ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം പത്മകുമാറിൽ നിന്ന് SITയുടെ നിഗമനം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പത്മകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. 2019 പോറ്റിയുടെ അപേക്ഷ പത്മകുമാർ ബോർഡ് യോഗത്തിൽ അവതരിപ്പിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ബോർഡ് തീരുമാനമെടുക്കുന്നതിനെ അംഗങ്ങൾ എതിർത്തു. താഴെത്തട്ടിൽ നിന്ന് ഫയൽ നീക്കം തുടങ്ങാൻ പത്മകുമാർ അതിനുശേഷം നിർദ്ദേശം നൽകി. ഫയലിൽ ചെമ്പുപാളികൾ എന്നെഴുതാൻ നിർദ്ദേശം നൽകിയത് പത്മകുമാർ ആണെന്നും കണ്ടെത്തൽ. സാമ്പത്തിക നേട്ടമുണ്ടാക്കിയതിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഹരിമോഹനും TV പ്രസാദുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിയാണ് റിമാൻഡ് റിപ്പോർട്ടിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകുക. ഹരി, ഈ പത്മകുമാറിന് കുരുക്കായി തീർന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെമ്പുപാളികൾ കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കിയതിലാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു ഗൂഢാലോചന നടന്നു എന്നുള്ളതാണ് SITയുടെ നിഗമനം. N. വാസുവിന്റെ മൊഴിയാണ് കുരുക്കായി തീർന്നത്. പക്ഷേ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഈ പത്മകുമാർ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെമ്പുപാളികൾ കൊണ്ടുപോകുന്നതിന്റെ ആവശ്യം അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പിന്നീട് താഴെത്തട്ടിൽ നിന്ന് ഫയൽ വരാനുള്ള തീരുമാനമാണെന്ന് ദേവസ്വം ബോർഡ് യോഗത്തിലെടുത്തത് മറ്റംഗങ്ങൾ എതിർത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശങ്കർദാസും വിജയകുമാറും അടക്കമുള്ളവർ. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പത്മകുമാറിന് കുരുക്കായി തീർന്നത് എന്താണ്? സർക്കാരിലേക്ക് അയച്ച് സർക്കാരിൽ നിന്ന് തിരിച്ച് ഒരു കൊറി വന്നു, അത് ദേവസ്വം ബോർഡിൽ അവതരിപ്പിച്ചു എന്നതായിരിക്കുമോ പത്മകുമാർ സ്വീകരിക്കാൻ പോകുന്ന ഡിഫൻസ്? ഹരി, അരുൺകുമാർ, 2019 ഫെബ്രുവരിയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള ദേവസ്വം ബോർഡ് യോഗം നടക്കുന്നത് എന്നുള്ളതാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. ആ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് പത്മകുമാർ ആദ്യമായി ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ വേണ്ടി അല്ലെങ്കിൽ അറ്റകുറ്റപ്പണിക്ക് കൈമാറാൻ വേണ്ടിയുള്ള നിർദ്ദേശം അവതരിപ്പിക്കുന്നത്. ഇതിനുവേണ്ടിയുള്ള അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ദേവസ്വം ബോർഡിന് മുൻപാകെ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പത്മകുമാർ ആ യോഗത്തിൽ വെച്ച് പറയുകയാണ്. അതായത് പാളികൾ കൈമാറാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ പറ്റും അല്ലെങ്കിൽ കൊടുത്തുവിടാൻ കഴിയും എന്നുള്ള ഒരു സാധ്യത പത്മകുമാറാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അതും ദേവസ്വം ബോർഡ് യോഗത്തിലാണ്. ആ ദേവസ്വം ബോർഡ് യോഗത്തിൽ വെച്ച് മറ്റംഗങ്ങൾ, അതായത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ KP ശങ്കർദാസും N. വിജയകുമാറും അടക്കമുള്ള ആളുകൾ ആ യോഗത്തിൽ ഈ നീക്കത്തെ എതിർക്കുകയാണ്. ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അതോടുകൂടി ദേവസ്വം ബോർഡിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പത്മകുമാർ പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഈ ഫയൽ നീക്കം, കത്തിടപാടുകളൊക്കെ താഴെത്തട്ടിൽ നിന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞ് തുടർന്ന് താഴെത്തട്ടിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ കൈമാറുകയാണ് എന്നുള്ളതാണ്. ആ കൈമാറിയ അപേക്ഷയിന്മേലുള്ള പിന്നീടുള്ള കത്തിടപാടുകളും ഫയൽ നീക്കവും ഒക്കെ തന്നെ തുടങ്ങുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവാണ്. പക്ഷേ SITയുടെ കണ്ടെത്തൽ, മുരാരി ബാബു ഈ കത്തിടപാടുകൾ തുടങ്ങുന്നതിന്റെ കാരണം, ആ കത്തിടപാടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ്. അതായത് N. വാസുവിന്റെ മൊഴി പോലെ N. വാസുവിന് മാത്രമല്ല, മുരാരി ബാബുവിനും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനും ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകിയത് പത്മകുമാർ ആണ് എന്ന് പറയുന്നു. തുടർന്നാണ് മുരാരി ബാബു ഈ കത്തിടപാടുകൾ ആരംഭിച്ചതും അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്ന് അതിന്റെ യഥാക്രമമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ്. ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൽ നിന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറിലേക്കും പിന്നീട് തിരുവാഭരണം കമ്മീഷണറിലേക്കും അവിടെ നിന്ന് ദേവസ്വം കമ്മീഷണറിലേക്കും തുടർന്ന് ദേവസ്വം ബോർഡിലേക്കും അവസാനമായി എത്തുകയാണ്. തുടർന്നാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. അതോടുകൂടി പത്മകുമാറിന് കൃത്യമായി പറയാൻ കഴിഞ്ഞു, ഉദ്യോഗസ്ഥ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് തങ്ങൾ അംഗീകരിച്ചത് എന്നുള്ള ഒരു പ്രതിരോധം തീർക്കാൻ വേണ്ടി അവിടെ പത്മകുമാറിന് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിനോടകം തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പത്മകുമാർ എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. ഇനിയിപ്പോൾ SITയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സാമ്പത്തിക ലാഭം എത്രത്തോളം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിൽ വിശദമായ അന്വേഷണം വേണം. അതിന് പത്മകുമാറിനെ വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് SIT കോടതിക്ക് മുമ്പാകെ ഇന്നലെ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങളും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. നമുക്കിപ്പം TV പ്രസാദ് ഉണ്ട്. TV പ്രസാദ്, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, അത് വാസ്തവമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ പത്മകുമാറിന് അത് വലിയ കുരുക്കായി തീരും. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാർ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് SITയുടെ നിഗമനം. നേരത്തെ പത്മകുമാർ സ്വീകരിച്ചിരുന്ന പ്രതിരോധം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം എടുത്ത തീരുമാനമെന്നാണ്. പക്ഷേ പത്മകുമാർ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ 2019 ഫെബ്രുവരിയിൽ ഇതേ ആവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഉന്നയിച്ചു എന്നാണ് രേഖകളിൽ പറയുന്നത് എന്നാണ് SIT പറയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ആദ്യം പത്മകുമാർ പറഞ്ഞത് കള്ളമായിരുന്നു എന്നല്ലേ? TV പ്രസാദ്.
അത് തന്നെയാണ് അരുൺ. തുടക്കം മുതൽ ഈ വിഷയത്തിൽ പത്മകുമാർ കള്ളം പറയുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടുന്ന മൊഴികൾ, അവർക്ക് കിട്ടുന്ന തെളിവുകൾ, അത് കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രതിയിലേക്ക് എത്തുന്നതും ആ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് ആ കോടതിയിലേക്ക് റിമാൻഡ് റിപ്പോർട്ട് സഹിതം കൊടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഹരി പുറത്തു കൊണ്ടുവന്നത്. ഏറ്റവും നിർണായകം തന്നെയാണ് അരുൺ. നമുക്കറിയാവുന്നതുപോലെ ഏതൊരു ഫയലും തുടങ്ങുന്നത് അതൊരു നിർദ്ദേശപ്രകാരമാണ്. അതല്ലാതെ അന്ന് ഫയൽ തുടങ്ങിയ സുധീഷ് കുമാറിന്റെ ക്ലർക്കിന് എവിടുന്നെങ്കിലും ഒരു നിർദ്ദേശം കിട്ടാതെ അത് തുടങ്ങില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഫയൽ തുടങ്ങുന്ന സമയത്ത് സ്വർണം പൂശിയ എന്നതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നീട് എൻ വാസുവിൻ്റെ കയ്യിലേക്ക് വന്ന് അത് കത്തായി ദേവസ്വം ബോർഡിലേക്ക് പോകുമ്പോഴാണ് ആ ചെമ്പ് എന്നുള്ളത് മാത്രമായി മാറുന്നത്, സ്വർണം അതിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ആ നിർദ്ദേശം നൽകിയത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് പത്മകുമാറാണ് എന്നുള്ളതാണ് അരുൺ. അങ്ങനെയെങ്കിൽ പത്മകുമാറിന് ആരാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? പത്മകുമാർ സ്വന്തം നിലയ്ക്ക് പോറ്റിയുമായുള്ള ബന്ധം വെച്ച് അത് ചെയ്യുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ വരുമ്പോഴാണ് പത്മകുമാറിന്റെ മൊഴി ഈ കേസിൽ ഏറെ നിർണായകമാകുന്നത്. പത്മകുമാർ പറഞ്ഞത് ആദ്യം സർക്കാരിലേക്ക് പോറ്റി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അത് ദേവസ്വം വകുപ്പാണ്. അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കേണ്ട സാഹചര്യം, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരം ആ ഫയൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അരുൺ അത് പത്മകുമാർ മാത്രമാകില്ല എന്ന വിലയിരുത്തലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു എന്ന സൂചനയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, SITയുടെ നിഗമനം ഇങ്ങനെയാണ്. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യം പത്മകുമാർ ബോർഡ് യോഗത്തിൽ ഉന്നയിക്കുന്നു. ബോർഡ് യോഗത്തിൽ മറ്റ് ബോർഡ് അംഗങ്ങൾ അതിനെ എതിർക്കുന്നു. അങ്ങനെ ബോർഡ് യോഗത്തിൽ തീരുമാനമാകാതെ ഫയൽ താഴെത്തട്ടിൽ നിന്ന് വരണമെന്ന് പറയുന്നു. അങ്ങനെ കമ്മീഷണർ ആ ഫയൽ നീക്കുന്നു. കമ്മീഷണർ അവരുടെ ഫയൽ പിന്നീട് ദേവസ്വം ബോർഡ് യോഗത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് സെക്രട്ടറിക്ക് കൊടുക്കുന്നു. സെക്രട്ടറി ഉത്തരവായിട്ടിറങ്ങുന്നു. അങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി അറിയേണ്ടത്, ഇതുവരെയുള്ള കാര്യങ്ങൾ SITയുടെ നിഗമനത്തിൽ ഏറെക്കുറെ രേഖകൾ പ്രകാരം സത്യമാണ്. പക്ഷെ അറിയേണ്ടത്, അതിന് മുകളിൽ നിന്ന് ഏതെങ്കിലും നിർദ്ദേശമുണ്ടായിരുന്നോ? പത്മകുമാർ സ്വമേധയാ ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കുകയായിരുന്നോ? അതോ അതല്ല ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിക്ക് അതിലെന്തെങ്കിലും അഭിപ്രായമുണ്ടായിരുന്നോ? അത് പത്മകുമാർ പറയുമോ? ആ പത്മകുമാർ പറയുന്ന മൊഴി അത് കടകംപള്ളി സുരേന്ദ്രന് പോസിറ്റീവോ നെഗറ്റീവോ ആയി തീരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ പത്മകുമാർ 2019 ഫെബ്രുവരിയിൽ ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കുന്നു. അതിനു മുൻപ് ഒരു ഗൂഢാലോചന നടന്നു എന്നാണ് SITയുടെ നിഗമനം. ആ ബോർഡ് യോഗത്തിൽ വെച്ച് തീരുമാനമെടുക്കാതെ അത് താഴെത്തട്ടിൽ നിന്ന് വരാൻ പറയുന്നു. അങ്ങനെ ദേവസ്വം കമ്മീഷണറിലേക്ക് പോകുന്നു. ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു ഫയൽ എഴുതുന്നു. ആ ഫയല് പിന്നീട് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നു. ദേവസ്വം സെക്രട്ടറി തീരുമാനമെടുത്ത് ചെമ്പുപാളികളായി മാറുന്നു. ആ പാളികൾ പിന്നീട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെയാണ് സംഭവം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു വഴി ഇങ്ങനെയാണ്, റൂട്ട് മാപ്പ്.